അങ്ങനെ കേരളം വീണ്ടും ഒരു സെമി ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ ചർച്ചയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശനെ കണ്ട് അതിൻ്റെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. 20ഓളം സ്റ്റേഷനുകളായി ബന്ധിപ്പിച്ച് 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്തുന്ന രീതിയിലാണ് അദ്ദേഹം പ്ലാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കേരളയിലെ UDF സർക്കാർ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ UDF ഏറ്റവും കൂടുതൽ എതിർത്തതാണ്. എന്നിട്ട് ഇപ്പോൾ ഉപേക്ഷിച്ചതും UDF സർക്കാർ വന്ന ശേഷമാണ്. പക്ഷേ ഇത്തരം ഒരു ട്രെയിൻ, അല്ലെങ്കിൽ ഒരു അതിവേഗ ട്രെയിൻ ഇല്ലാതെ നമ്മുടെ നാടിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളതും നമ്മൾ മുന്നിൽ കാണേണ്ടതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രകടന പത്രികയിലും ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് UDF ആയാലും LDF ആയാലും. കേരളിനെ ഒരുപാട് ആളുകൾ എതിർപ്പുണ്ടായിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ, അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനെ പറ്റിയുള്ള പേടി, ഭയം ആൾക്കാർക്ക്. എന്നാൽ അതിനെപ്പറ്റി ആൾക്കാർക്കും വേണ്ടത്ര ചർച്ച ചെയ്ത് അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം കാര്യങ്ങളും എല്ലാം കൊടുക്കും. ആദ്യം തന്നെ അവർ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഇത്രയും പ്രതിഷേധങ്ങളിലേക്കൊന്നും ഇത് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കേരളിന് വേണ്ടി ആദ്യം തന്നെ പോയി മഞ്ഞക്കുറ്റി അടിക്കുന്നതിന് പകരം അവിടെയുള്ള ആളുകളുമായി ഇങ്ങനൊരു പദ്ധതി നമ്മൾ വരുന്നുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഇത്രയും പൈസ തരും, അല്ലെങ്കിൽ നിങ്ങൾ ഭൂമി ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ് അതിനുണ്ടാവും എന്നുള്ള പറഞ്ഞ ആളുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലാതെ നമ്മുടെ നാടിന് ഇനി എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ചൈനയിലും മറ്റ് രാജ്യങ്ങളിലും നമുക്കറിയാം 300-350 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനുകളിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. നമ്മളിവിടെ 200 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 180 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനിനെ പറ്റിയുള്ള ചർച്ചകളാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അല്ലാതെ അതിൻ്റെ പണി പോലും നമ്മൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി എക്സ്പ്രസ് ഹൈവേ തുടങ്ങാൻ 20 കൊല്ലം വൈകിയ പോലെ ഇനി ഒരു 2050 ആവാൻ കാത്തു നിൽക്കാതെ ഒരു 2030-ലോ 32-ലോ എങ്കിലും ഇങ്ങനൊരു ട്രെയിൻ യാഥാർത്ഥ്യമാവുന്ന രീതിയിൽ ചർച്ചകളുമായി, പിന്നെ അനിൽകുമാർ പറഞ്ഞ പോലെ CPM-മായി ചർച്ച ചെയ്യും, പ്രതിപക്ഷ പാർട്ടികളെ ചർച്ച ചെയ്ത് ഇതിൻ്റെ പാരിസ്ഥിതിക പഠനം നടത്തും. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നോക്കി ആളുകളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആളുകളുടെ കൂടെ സഹകരണത്തോടു കൂടി ഒരു നല്ല സെമി ഹൈ സ്പീഡ് ട്രെയിനിങ് നടത്തണം. 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്തിയാൽ മതി. അതിൽ കൂടുതൽ വേഗത നമുക്ക് പറഞ്ഞ പോലെ 350 ഒന്നും ആവശ്യമില്ല. അതെങ്കിലും നമ്മുടെ നാടിന് ഇന്ന് അത്യാവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.